ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അന്നേരം പ്രദ മെഹക്കിനോട് ദേഷ്യപ്പെട്ടു. തൊട്ട് പോകരുതെന്റെ മോളെ, എനിക്കറിയാം ഇത് മെഹക്കല്ല. ഒരിക്കലും മെഹക്കിന് തിരിച്ചു വരാൻ കഴിയില്ല. ഇത് രൂപം മാറി നിൽക്കുന്ന മറ്റാരോ ആണ്. അതും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ നടക്കുന്ന ഒരു നാടകമാണിത്. എൻ്റെ മകൾ കൂടെ നിന്ന് എന്നെ പൊട്ടിയാക്കുന്ന നാടകം. പ്രാർത്ഥന മോളെ, നീ ഒന്ന് ഓർത്തു വെച്ചോ. ഈ കപട നാടകം കളിച്ച് നിന്റെ കൂടെ നിൽക്കുന്നത് ആരാണെന്ന് അമ്മയ്ക്കറിയില്ല. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, ഈ വ്യക്തിയാൽ തന്നെ നിനക്ക് അപകടം സംഭവിക്കുമ്പോൾ മാത്രമേ നീ എൻ്റെയും ഋഷിയേട്ടൻ്റെയും സത്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. നിന്റെ അച്ഛനെക്കുറിച്ച് നിന്നിൽ തെറ്റിദ്ധാരണകൾ കൊത്തിവെച്ചത് ഈ വ്യക്തിയാണെന്ന് ഇപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി. ഈ നിമിഷം തന്നെ വേണമെങ്കിൽ എനിക്കെൻ്റെ ശ്രേഷ്ഠ മത്സ്യകന്യകയുടെ ശക്തികൾ ഉപയോഗിച്ച് ഈ വ്യാജ മെഹക്കിനെ അടിച്ചു വീഴ്ത്തി ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം ഈ സത്യം കണ്ടെത്തേണ്ടത് നീയാണ്. നീ സ്വയം ഇത് തിരിച്ചറിയണം. ഇത്രയും പറഞ്ഞ് പ്രദ അവിടെ നിന്നും നടന്നു നീങ്ങി. അന്നേരം മെഹക്കും പ്രാർത്ഥനയും അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തെത്തി. മെഹക് മനുഷ്യരൂപത്തിലേക്ക് വന്നു. അത് വിഷ്ണുപ്രിയയായിരുന്നു. പ്രാർത്ഥന, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ അമ്മ ഞെട്ടുമെന്ന്? അത് തന്നെ സംഭവിച്ചു. പക്ഷേ നീ എന്നെ അവിശ്വസിക്കരുത്. അന്നേരം പ്രാർത്ഥന വിഷ്ണുപ്രിയയെ കെട്ടിപ്പിടിച്ചു. ഇല്ല വലിയ മുത്തശ്ശിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ഈ വിവാഹം മുടക്കിയേ പറ്റൂ. അതോടൊപ്പം എൻ്റെ അച്ഛൻ എന്ന ആ ദുഷ്ടനെയും കൊലപ്പെടുത്തണം. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന വീണ്ടും സർപ്പമായി ഇഴഞ്ഞ് ഗുജറാൾ വീട്ടിലേക്ക് ഇഴഞ്ഞു. ഇതേ സമയം രഘുവും പ്രീതിയും കൂടുതൽ അടുക്കുന്നുണ്ടെങ്കിലും പ്രീതിയുടെ മനസ്സിൽ ഇന്നും തന്റെ യാഥാർത്ഥ്യം രഘുവിന് മുന്നിൽ വെളിപ്പെടുത്താത്തതിന്റെ വിഷമം നന്നേ ഉണ്ട്. പക്ഷേ രഘുവിന്റെ പ്രണയത്തിനു മുന്നിൽ പ്രീതി അവളുടെ വ്യക്തിത്വം മറച്ചുവെച്ചു. രഘുവിനെ പ്രീതി ഇപ്പോൾ ജീവന് തുല്യം സ്നേഹിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ദിവസം രഘു പ്രീതിക്കായി റൊമാൻറ്റിക് അവസ്ഥയിൽ മണിയറയൊരുക്കി അവളെ കാത്തിരുന്നു. രാത്രിയിൽ പ്രീതി റൂമിലേക്ക് എത്തിയതും അതെല്ലാം കണ്ട് ഞെട്ടിപ്പോയി. രഘു സാർ, ഇത് പ്രാർത്ഥന, ഞാൻ നിന്നെ ആദ്യമായി കണ്ടത് നീ ഓർക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അന്നത്തെ ആ ദിവസം നിന്റെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ്. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകവേ നമ്മൾ ഇരുവരും വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു. നീ ആദ്യം പ്രീതിയാണെന്ന് കരുതിയിരുന്ന ഞാൻ പിന്നീട് യഥാർത്ഥത്തിൽ നീ പ്രാർത്ഥനയാണെന്ന് ഞാൻ മനസ്സിലാക്കി. നിന്നെ ശരിക്കും എനിക്കിഷ്ടമായിരുന്നു. നമ്മുടെ വിവാഹം ഉറപ്പിച്ച് നമ്മൾ ഫോണിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. അന്ന് നീ എന്നെ രഘുവേട്ടൻ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വിവാഹം കഴിഞ്ഞ് അത് വീണ്ടും പഴയതുപോലെ രഘുസാറായി മാറി. പക്ഷേ അത്ര പോലും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ ഇനിയും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം? വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ ഇതാ മുന്നോട്ട് പോകുന്നു. പ്രാർത്ഥന, നീ ഇനിയും എൻ്റേതാകാൻ ഞാൻ എത്ര നാൾ കാത്തിരിക്കണം? അത് പറയാമോ? അത്രയും നാൾ ഈ രഘുവീർ നിനക്കായി കാത്തു നിൽക്കും. പ്രാർത്ഥന, നീ എന്താ ഒന്നും മിണ്ടാത്തത്? രഘുവിന്റെ വാക്കുകൾ കേട്ട പ്രീതി താൻ ഒരു നിമിഷം പ്രാർത്ഥനയായി മാറിയാലോ എന്ന് പോലും ചിന്തിച്ചു പോയി. മഹാദേവ, പെണ്ണ് കാണാൻ വന്നതും ഫോണിൽ സംസാരിച്ചതും രഘുവേട്ടൻ എന്ന് വിളിച്ചതും ഒന്നും ഞാനല്ല. ഞാൻ രഘുവേട്ടനെ ഒത്തിരി പ്രണയിക്കുന്നുണ്ട്. എനിക്ക് പ്രീതി രഘുവീർ അലാവത്തായി ജീവിക്കണം. പ്രാർത്ഥന, ഒരു നിമിഷം ഞാൻ ആ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു പോവുകയാണ്. നിന്നെ ആദ്യമായി കണ്ടതും
എനിക്ക് കുടം നൽകിയതും പിന്നീട് വീണ്ടും കണ്ടുമുട്ടിയതും. ഞാനിനി പ്രാർത്ഥനയായി തന്നെ ജീവിക്കും. ഇനി ഞാൻ പ്രീതിയല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. A new chapter will open from 17 September 8 p.m. Stay tuned.